ഇംഗ്ലണ്ടിനെതിരായ അവസാന ടെസ്റ്റിൽ ഇന്ത്യ 396 റൺസിന് പുറത്ത്. യശസ്വി ജയ്സ്വാൾ സെഞ്ചുറിയുമായി പുറത്ത്. അവസാന ഓവറിൽ ആഞ്ഞടിച്ച് വാഷിംഗ്ടൺ സുന്ദർ. ഇംഗ്ലണ്ടിന് 374 റൺസ് വിജയലക്ഷ്യം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് ചേരുന്നുണ്ട്. ഖിലാഫ്, ലീഡ് സുരക്ഷിതമാണോ? വിജയപ്രതീക്ഷകൾ എങ്ങനെ? അഖില, നമുക്കറിയാം കഴിഞ്ഞ ഈ ഒരു പരമ്പരയിൽ ഓവൽ ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് ഒരു ബേസ്ബോൾ ശൈലിയിൽ ആദ്യ 100 റൺസ് അതിവേഗം അടിച്ചെടുക്കുന്നു. പിന്നീട് ഇതേ ടീം തന്നെ 247 പുറത്താവുകയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ബോളിംഗ് മികവിനാണ് ഈ ഒരു മത്സരത്തിൽ ആദ്യ ഇന്നിങ്സിൽ കണ്ടത്. അതേപോലെ തന്നെ രണ്ടാം ഇന്നിങ്സിലും ആവർത്തിക്കാനാണ് സാധ്യത. പ്രസിദ്ധ് കൃഷ്ണ അതേപോലെ തന്നെ മുഹമ്മദ് സിറാജ് ഉൾപ്പെടെയുള്ള താരങ്ങൾ മികച്ച രീതിയിൽ പന്ത് എറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇതിൽ ആകാശ് ദീപ് ഉൾപ്പെടെയുള്ള താരങ്ങളുണ്ട് പേസ് നിരയിൽ. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സിൽ വരികയാണെങ്കിൽ അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച വാഷിംഗ്ടൺ സുന്ദറിന്റെ മികച്ച ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. കാരണം താരം അർദ്ധ സെഞ്ചുറിയും തികച്ചാണ് പുറത്തായത്. കൂടാതെ രവീന്ദ്ര ജഡേജ അതേപോലെ തന്നെ ആകാശ് ദീപ ഉൾപ്പെടെയുള്ള താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കൂടാതെ യശസ്വി ജയ്സ്വാൾ തന്റെ കരിയറിലെ 6ാം സെഞ്ചുറിയും ഈ ഒരു മത്സരത്തിൽ തികച്ചു. ഒപ്പം തന്നെ ഈ ഒരു മത്സരത്തിൽ മറ്റൊരു റെക്കോർഡും കൂടി ഗില്ലും സംഘവും കൂട്ടിച്ചേർത്തു. 12 സെഞ്ചുറികളാണ് ഒരു പരമ്പരയിൽ ഉടനീളം സെഞ്ചുറി അടിച്ചു കൂട്ടിയത്. ഇതിൽ മറ്റൊരു റെക്കോർഡും കൂടി ഗില്ലും സംഘവും നേടിയിട്ടുണ്ട്. ഈ 2000-ന് ശേഷം ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ചു കൂട്ടിയ പാർട്ട്ണർഷിപ്പ് കൂട്ടുകെട്ട് ഈ ഒരു പരമ്പരയിലാണ് ഉണ്ടായിരുന്നത്. 18 സെഞ്ചുറികളാണ് ഈ ഒരു മത്സരത്തിൽ പേർന്നത്. നേരത്തെ ഓസ്ട്രേലിയ ഇന്ത്യയും തമ്മിലുള്ള 2003-4 കാലഘട്ടത്തിലെ സെഞ്ചുറി കൂട്ടുകെട്ടാണ് പിന്നിലാക്കിയത്. എന്തായാലും ഇപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇംഗ്ലണ്ട് ഇപ്പോൾ 27 റൺസിന് വിക്കറ്റുകളൊന്നും നഷ്ടമാകാതെ തുടരുകയാണ്. ഖിലാഫ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.